പ്രവാസ ലോകത്തെ വാർത്തകൾ. കുവൈറ്റ് പൗരന്മാർക്ക് 5 വർഷം വരെ കാലാവധിയുള്ള ഈ വിസ സംവിധാനം ആരംഭിച്ച് ഇന്ത്യ. ഓൺലൈനായി വിസയ്ക്ക് അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് കുവൈറ്റിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. യാത്രാ നടപടികൾ എളുപ്പമാക്കാനും ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താനും ലക്ഷ്യമിട്ടാണ് ഈ നീക്കം. വിസ അപേക്ഷാ പ്രക്രിയ ഓൺലൈനാകുന്നതോടെ ഇനി വിസ സെന്ററുകളിലോ എംബസികളിലോ നേരിട്ട് പോകേണ്ടതിന്റെ ആവശ്യമില്ല. ഇന്ത്യൻ സർക്കാരിന്റെ ഔദ്യോഗിക വിസ പോർട്ടൽ വഴിയാണ് അപേക്ഷ നൽകേണ്ടത്. ഈ വിസ വ്യത്യസ്ത ആവശ്യങ്ങൾക്കായി ലഭ്യമാകുന്നതാണ്. ടൂറിസം, ബിസിനസ്, മെഡിക്കൽ, ആയുഷ് അല്ലെങ്കിൽ യോഗ, കോൺഫറൻസ് തുടങ്ങിയ വിഭാഗങ്ങളിലാണ് അപേക്ഷിക്കാവുന്നത്. ഈ വിസകൾ ഒന്നിലധികം പ്രാവശ്യം ഇന്ത്യ പ്രവേശനം അനുവദിക്കുന്നതും 6 മാസം മുതൽ 5 വർഷം വരെയുള്ള വ്യത്യസ്ത കാലാവധികളുള്ളതുമാണ്. വിസ ഫീസ് കാലാവധിക്കനുസരിച്ച് വ്യത്യാസപ്പെടുന്നു. 5 വർഷത്തെ ഈ വിസയ്ക്ക് $80 കുറഞ്ഞ കാലാവധിയുള്ളവയ്ക്ക് $40 പ്രാരംഭ നിരക്കായി നിശ്ചയിച്ചിട്ടുണ്ട്. സാധാരണ സാഹചര്യത്തിൽ അപേക്ഷ പ്രോസസ്സിംഗ് 3 മുതൽ 4 ദിവസത്തിനുള്ളിൽ പൂർത്തിയാകും. ഇന്ത്യയിലെത്തുമ്പോൾ യാത്രക്കാരുടെ ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുടിയേറ്റ നിയമങ്ങളിൽ മാറ്റം വരുത്തി UK. ജൂലൈ 15 മുതൽ ഓൺലൈൻ വിസ സംവിധാനം നിലവിൽ വരും. അനധികൃത കുടിയേറ്റം തടയുകയാണ് ലക്ഷ്യം. UK-യിലേക്കുള്ള അനധികൃത കുടിയേറ്റം കുറയ്ക്കുന്നതിനും UK-യിലുള്ള പ്രഗത്ഭരായ ആളുകൾക്ക് അവിടെ തന്നെ ജോലി നൽകുന്നതിനും വേണ്ടിയാണ് ഈ മാറ്റം. പുതിയ മാറ്റങ്ങൾ കുടിയേറ്റക്കാർക്കും തൊഴിൽ ഉടമകൾക്കും തിരിച്ചടിയായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ജൂലൈ 15 മുതൽ ഫിസിക്കൽ വിസ സ്റ്റിക്കറുകൾ ഉണ്ടാകില്ല. പകരം യാത്രക്കാരുടെ പാസ്പോർട്ട് നമ്പറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഓൺലൈൻ വിസ സംവിധാനമായിരിക്കും ഉണ്ടാകുന്നത്. അതിർത്തി നിയന്ത്രണം, അനധികൃത കുടിയേറ്റം എന്നിവ തടയുന്നതിന് വേണ്ടിയാണിത്. സ്കിൽഡ് വർക്കർ വിസകളിലും UK പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. സ്കിൽഡ് വർക്കർ വിസയ്ക്കുള്ള നൈപുണ്യ പരിധി UK സർക്കാർ ഉയർത്തും. 111 തൊഴിലുകൾ അംഗീകൃത പട്ടികയിൽ നിന്ന് ഒഴിവാക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ദുബായിൽ വീട്ടുവാടക കുറയുന്നു. പ്രവാസികൾ ഉൾപ്പെടെയുള്ള താമസക്കാർക്ക് ഇത് ആശ്വാസകരമായി. ദുബായിലെ റിയൽ എസ്റ്റേറ്റ് വിപണിയിൽ ഈ വർഷം ശ്രദ്ധേയമായ മാറ്റങ്ങൾ വരുന്നു. പ്രത്യേകിച്ച് വാടക മേഖലയിൽ സമീപ വർഷങ്ങളിലെ കുതിച്ചുയർന്ന വാടക നിരകൾക്ക് ശേഷം ഈ വർഷം വിപണി കൂടുതൽ സ്ഥിരത കൈവരിക്കുകയും ചിലയിടങ്ങളിൽ വാടക കുറയുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇത് ദുബായിലെ വാടകക്കാർക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. 72,000-ലധികം പുതിയ വീടുകൾ ഈ വർഷം വിപണിയിലെത്തി. മുൻകാലങ്ങളിൽ ഡിമാൻഡ് അനുസരിച്ച് പുതിയ പ്രൊജക്ടുകൾ പൂർത്തിയാക്കാതിരുന്നത് വാടക വർധനവിന് കാരണമായിരുന്നു. എന്നാൽ 2024-ലും 2025-ന്റെ തുടക്കത്തിലുമായി നിരവധി പ്രൊജക്ടുകൾ പൂർത്തിയായി. ഇത് വാടക നിരക്കുകളിൽ സമ്മർദ്ദം ചെലുത്തുകയും പല പ്രദേശങ്ങളിലും നിരക്കുകൾ കുറയ്ക്കാൻ ഇടയാക്കുകയും ചെയ്തു. ചില അപ്പാർട്ട്മെന്റുകളുടെ വാടക 7% വരെ വർദ്ധിച്ചെങ്കിലും ദുബായ്, ദേര എന്നിവിടങ്ങളിൽ 6.2% വരെ കുറഞ്ഞു. ദുബായ് മറീന, ഡൗൺ ടൗൺ ദുബായ് പോലുള്ള പ്രധാന സ്ഥലങ്ങളിലെ ആഡംബര അപ്പാർട്ട്മെന്റുകളുടെ വാടകയിൽ ചെറിയ വർധനവ് ഉണ്ടായി. എന്നാൽ ചിലയിടങ്ങളിൽ 5% വരെ വില കുറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയിൽ നിന്ന് 10 ലക്ഷം വിദഗ്ധ തൊഴിലാളികൾ റഷ്യയിലെത്തും. വ്യാവസായിക മേഖലകളിലെ തൊഴിൽക്ഷാമം പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. വർഷാവസാനത്തോടെ ഇന്ത്യയിൽ നിന്നുള്ള 10 ലക്ഷം സ്പെഷ്യലിസ്റ്റുകൾ സ്വെഡ്ലോവ്സ്ക് ഉൾപ്പെടെയുള്ള വ്യവസായ മേഖലയിലെത്തും. യക്കാറ്ററിൻബർഗിൽ ഒരു പുതിയ കൗൺസിലേറ്റ് തുറക്കുന്നതായും യൂറൽ ചേംബർ ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി പറയുന്നു. ഇന്ത്യക്കാരുടെ കുടിയേറ്റം സ്വെഡ്ലോവ്സ്ക് മേഖലയിലെ ഉയർന്ന യോഗ്യതയുള്ള തൊഴിലാളികളുടെ കുറവ് പരിഹരിക്കും. ഉക്രൈനിലെ സൈനിക നടപടിയിൽ ചില തൊഴിലാളികളെ വിന്യസിച്ചിട്ടുണ്ട്. ചെറുപ്പക്കാർ ഫാക്ടറികളിലേക്ക് പോകുന്നില്ല. ശ്രീലങ്കയിൽ നിന്നും ഉത്തര കൊറിയയിൽ നിന്നുമുള്ള തൊഴിലാളികളെ ക്ഷണിക്കുന്ന കാര്യം റഷ്യ പരിഗണിക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള കുടിയേറ്റ തൊഴിലാളികൾ കഴിഞ്ഞ വർഷം മുതൽ റഷ്യൻ പ്രദേശങ്ങളിലെ സംരംഭങ്ങളിൽ എത്തിത്തുടങ്ങിയിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എമിറേറ്റ്സ് എയർലൈനിൽ വൻ തൊഴിലവസരങ്ങൾ. ലക്ഷങ്ങൾ ശമ്പളവും ആനുകൂല്യങ്ങളും. ഓൺലൈനായി അപേക്ഷിക്കാം. ആഗോള റിക്രൂട്ട്മെന്റ് ഡ്രൈവിന്റെ ഭാഗമായി ക്യാബിൻ ക്രൂ അപേക്ഷകൾ ക്ഷണിച്ച് ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എമിറേറ്റ്സ് എയർലൈൻ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനിൽ അപേക്ഷ സമർപ്പിക്കാമെന്ന് എയർലൈൻ അറിയിച്ചു. അപേക്ഷകർക്ക് എമിറേറ്റ്സ് ഗ്രൂപ്പ് കാരിയേഴ്സ് വെബ്സൈറ്റ് വഴി ബയോഡാറ്റ അയക്കാം. അപേക്ഷകരുടെ യോഗ്യതയും ശമ്പളവും ഉൾപ്പെടെ എയർലൈൻ വിശദമാക്കിയിട്ടുണ്ട്. അപേക്ഷകരുടെ യോഗ്യത: 20 വയസ്സെങ്കിലും പ്രായമുണ്ടാകണം. കുറഞ്ഞത് 160 സെന്റിമീറ്റർ ഉയരം, 211 സെന്റിമീറ്റർ ഉയരെ തൊടാനാകണം. ഇംഗ്ലീഷ് ഭാഷ നന്നായി സംസാരിക്കാനും എഴുതാനും അറിഞ്ഞിരിക്കണം. കുറഞ്ഞത് 1 വർഷത്തെ കസ്റ്റമർ സർവീസ് പ്രവൃത്തി പരിചയം. ഹൈസ്കൂൾ ഡിപ്ലോമ അല്ലെങ്കിൽ +2 പാസ്സാകണം. യൂണിഫോം ധരിച്ചു കഴിയുമ്പോൾ ശരീരത്തിൽ കാണാവുന്ന ഭാഗങ്ങളിൽ ടാറ്റു ഉണ്ടാകരുത്. UAE-യുടെ തൊഴിൽ വിസ മാനദണ്ഡങ്ങൾ പാലിക്കണം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.